کہ سامنے ایک آدمی آئے گا، اس کا یہ نامہ اعمال جو بائیں فرشتے نے لکھا تھا کھول دیا جائے گا، اور وہ سیاہ نامہ اعمال جہاں تک نگاہ اور نظر جائے گی سب سیاہ ہی سیاہ ہوگا۔ اللہ اس سے پوچھیں گے کہ کیا میرے فرشتوں نے تیرے اوپر ظلم کیا ہے؟ کیا تیرے عمل گناہ کے عمل نہیں تھے؟ وہ کہے گا بالکل سچ ہے جو لکھا ہے، میں نے اپنی زندگی کے اندر کوئی عمل اچھا نہیں کیا۔ اللہ فرمائے گا نہیں، تیرا ایک عمل اچھا ہمارے سامنے ہے۔ ایک پرچہ لایا جائے گا چھوٹا سا، اس پر لکھا ہوا ہوگا کبھی اس نے اپنی زبان سے اشہد ان لا الہ الا اللہ واشہد ان محمد رسول اللہ لکھا ہوگا۔ وہ پرچہ لایا جائے گا اور کہا جائے گا اس سے احضر وزن ہے۔ وہ پرچہ ایک پلے میں رکھ دیا جائے گا اور دوسرے پلے میں وہ گناہوں کے انبار جو نامہ اعمال ہیں وہ رکھ دیے جائیں گے۔ اللہ فرمائے گا جا کھڑے ہو کے اپنا وزن دے۔ وہ کہے گا کہ الہ العالمین، اتنے بڑے گناہوں کے بوجھ کے سامنے اس پرچے کی کیا حقیقت ہے؟ اللہ فرمائیں گے جا، تیرے اوپر ظلم نہیں کیا جائے گا۔ نبی کریم علیہ الصلوۃ والسلام فرماتے ہیں کہ وہ ایک پرچہ بھاری ہو جائے گا اور گناہوں کے انبار ہلکے پڑ جائیں گے۔ پھر اللہ کے نبی فرماتے ہیں کہ اللہ کے نام سے زیادہ بھاری دنیا کے اندر کوئی چیز نہیں ہے۔ ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ അളവറ്റ കാരുണ്യം വിളിച്ചറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, നാളെ മഹ്ശറ മൻസബയിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒരു സാധുവായ മനുഷ്യനെ ഹാജരാക്കുന്നതാണ്. അവന്റെ ജീവിതം മുഴുവനും തിന്മകളായിരിക്കും. അങ്ങനെ അവന്റെ മുമ്പിൽ അവന്റെ തിന്മകളുടെ പുസ്തകം തുറന്ന് കാണിക്കപ്പെടും. നിഷേധിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അപ്പേ ഒന്നും നിഷേധിക്കുന്നില്ല. എന്നിട്ട് ചോദിക്കും, നന്മകൾ വല്ലതുമുണ്ടോ? അവൻ പറയും, പടച്ചവന് ഇതിനു മുന്നിൽ എനിക്ക് വലിയ നന്മകളൊന്നുമില്ല. അല്ലാഹു പറയും, ഉണ്ട്, ഒരു നന്മയുണ്ട്. നീ ജീവിതത്തിൽ ഒരിക്കൽ ആത്മാർത്ഥതയോടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഈമാനിന്റെ വചനം നീ ഉച്ചരിച്ചിട്ടുണ്ട്. അല്ലാഹു ചെറിയൊരു കടലാസ് കൊടുത്ത് അത് ആ തിന്മകളുടെ തുലാസിന് നേരെ എതിരായിട്ടുള്ള തട്ടിൽ കൊണ്ട് വെക്കാൻ പറയും. ആ ദാസൻ ചോദിക്കും, പടച്ചവനെ എന്താ ഈ പറയുന്നത്? ഈ കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന തിന്മകളുടെ ഏടിന് മുന്നിൽ ഈ ചെറിയ കടലാസിന് എന്താണ് വില? അല്ലാഹു പറയും, പറഞ്ഞ് ചെയ്യും. അവൻ പോയി അത് നന്മയുടെ തട്ടിൽ വെക്കുമ്പോൾ ആ തിന്മയുടെ തട്ടിലുള്ള ആ ഏടുകളെല്ലാം പറന്നു പോകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും തുടർന്ന് തങ്ങൾ അരുളി, അല്ലാഹുവിന്റെ വചനത്തിന് മുന്നിൽ ഒരു വസ്തുവിന് ശക്തി ഉണ്ടാകുന്നതല്ല, ഇതാണ് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.